Prove that cos 3a plus cos 5a plus cos 9a plus cos 17a equal 4 cos 4a cos 6a cos 7a. ഇവിടെ നമുക്ക് LHS എടുത്ത് എഴുതാം. cos 3a plus cos 5a plus cos 9a plus cos 17a. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇങ്ങനെ. ഇവിടെ നോക്കുക, cos 3a plus cos 5a ഏത് ഫോമിലാണ്? cos c plus cos d യുടെ ഫോമിലാണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലസ് cos 9a plus cos 17aയും ഏത് ഫോമിൽ തന്നെയാണ്? cos c plus cos d യുടെ ഫോമിൽ തന്നെയാണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ സോൾവ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ സിക്ക് പകരം 3aയും ഡിക്ക് പകരം 5aയും ആണ്. ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 2 cos 3a plus 5a whole divided by 2 cos 3a minus 5a whole divided by 2. ഇനി ഈ ബ്രാക്കറ്റിലുള്ളത് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എഴുതാം. 2 cos 9a plus 17a whole divided by 2 into cos 9a minus 17a whole divided by 2. ഇനി നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 2 cos 3a plus 5a by 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 3a plus 5a എന്ന് പറഞ്ഞാൽ എന്താണ്? 8a ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇവിടെ cos 3a മൈനസ് 5a ആണ്. അപ്പൊ നമുക്ക് 5ൽ നിന്നും 3 മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? മൈനസ് 2a ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇനി അടുത്ത ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യാം. 2 cos 9a plus 17a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 26a ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2 cos 9a മൈനസ് 17a എന്ന് പറഞ്ഞാൽ മൈനസ് 8a ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇനി വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം ഓരോ ബ്രാക്കറ്റും. ഈ 2നെ അതേപോലെ തന്നെ താഴേക്ക് എഴുതുന്നു. cos 8a by 2. 8 by 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അങ്ങനെ നമുക്ക് ഇവിടെ 4a എന്ന് കിട്ടി. അതുപോലെ തന്നെ cos 2 by 2. 2ഉം 2ഉം ക്യാൻസൽ ആയി. പിന്നെ പോയിട്ട് എന്തേ വരത്തുള്ളൂ? മൈനസ് a. ഇനി അടുത്ത ബ്രാക്കറ്റിലേക്ക് പോകാം. പ്ലസ് നെക്സ്റ്റ് ബ്രാക്കറ്റ് 2 അതേപോലെ തന്നെ എഴുതുന്നു. cos 26a ഡിവൈഡഡ് ബൈ 2. 2ഉം 26 ക്യാൻസൽ ചെയ്താൽ 13a എന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ cos മൈനസ് 8a ബൈ 2 എന്ന് പറഞ്ഞാൽ 8ഉം 2ഉം ക്യാൻസൽ ചെയ്തു പോയാൽ മൈനസ് 4a എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ 2 cos 4a അതുപോലെ തന്നെ താഴേക്ക് എടുത്ത് എഴുതുന്നു. cos മൈനസ് എക്ക് പകരം നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. cos മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ cos തീറ്റയാണ്. അപ്പം cos മൈനസ് എക്ക് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? cos എന്ന് എഴുതാം. ഈ പ്ലസ് അതുപോലെ തന്നെ എഴുതുന്നു. ഈ 2 അതുപോലെ തന്നെ താഴേക്ക് എഴുതുന്നു. cos 13ഉം അതുപോലെ തന്നെ എഴുതുന്നു. ഇവിടെയും ഈ സെയിം ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. cos മൈനസ് 4a എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? cos 4a തന്നെയാണ്. അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ട് ടേമിനകത്തും കോമൺ ആയിട്ട് വരുന്ന ടേം ഏതാണ്? 2 cos 4a ആണ്. ഇവിടെയും 2 cos 4a ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും 2 cos 4a ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ കോമൺ ആയിട്ട് എടുക്കാം. 2 cos 4a കോമൺ ആയിട്ട് എടുത്തു. ബ്രാക്കറ്റിൽ എന്ത് വരും? ഇവിടുന്ന് 2 cos 4a പോയി കഴിഞ്ഞാൽ എന്ത് മാത്രമായിരിക്കും? cos a പ്ലസ് ഇവിടുന്നും പോയി കഴിഞ്ഞാൽ cos 13a ആണ്. അത് നമ്മൾ താഴേക്ക് എടുത്തെഴുതുന്നു. അടുത്ത സ്റ്റെപ്പില് 2 cos 4a അതുപോലെ തന്നെ താഴേക്ക് എടുത്തെഴുതുന്നു. വീണ്ടും ഈ ഒരു ബ്രാക്കറ്റ് cos c പ്ലസ് cos d യുടെ ഫോമിലാണ്. അപ്പം ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. അങ്ങനെ 2 cos a പ്ലസ് 13a ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. cos a മൈനസ് 13a ബൈ 2 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ 2 cos 4a അതേപോലെ തന്നെ എഴുതുന്നു. ഈ 2ഉം അതുപോലെ തന്നെ cos അതുപോലെ തന്നെ ഈ aയും 13aയുടെ ആഡ് ചെയ്യുമ്പോൾ 14a എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ 2. അതുപോലെ തന്നെ cos a മൈനസ് 13a എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 12a ബൈ 2 ആണ് അല്ലെ? എയിൽ നിന്നാണ് മൈനസ് 13a മൈനസ് ചെയ്യുന്നത്. അതുകൊണ്ട് മൈനസ് 12a ബൈ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2 cos 4a അതുപോലെ തന്നെ താഴേക്ക് എടുത്ത് എഴുതുന്നു. ഈ 2ഉം അതുപോലെ തന്നെ cos ഇനി 14a ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 7a ആണ്. 14ഉം 2 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 7a എന്ന് കിട്ടും. cos മൈനസ് 12a ബൈ 2. 12ഉം
2 ക്യാൻസൽ ചെയ്യുമ്പം -6a എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. 2 cos 4a into 2 cos 7a into cos -6a എന്ന് പറഞ്ഞാൽ എന്താണ്? cos മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? cos തീറ്റയാണ്. അതുകൊണ്ട് cos -6a എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? cos 6a എന്ന് തന്നെ നമുക്ക് എഴുതാം. അടുത്ത സ്റ്റെപ്പില് ഈ 2ഉം ഈ 2യുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 2 4 എന്ന് കിട്ടും. ബാക്കിയുള്ളത് അതുപോലെ തന്നെ എടുത്തെഴുതുന്നു. പിന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. അത്രയേ ഉള്ളൂ. പ്രൂവ് ദാറ്റ് cos pi by 8 plus cos 3 pi by 8 plus cos 5 pi by 8 plus cos 7 pi by 8 equal 0. ഇവിടെ നമുക്ക് ഈ pi by 8ന് പകരം നമുക്ക് x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം പുട്ട് pi by 8 ഈക്വൽ x. അപ്പം pi by 8 കാണുന്നിടത്തെല്ലാം നമുക്ക് എന്ത് കൊടുക്കാം? x എന്ന് കൊടുക്കാം. ആദ്യം തന്നെ LHS എടുത്ത് എഴുതുന്നു. cos pi by 8 plus cos 3 pi by 8 plus cos 5 pi by 8 plus cos 7 pi by 8. pi by 8ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? x. അപ്പം cos pi by 8ന് പകരം x എന്ന് കൊടുത്തു. പ്ലസ് cos 3 pi by 8ന് പകരം 3x എന്ന് കൊടുത്തു. ഈ pi by 8 മാറി 3x ആവുന്നു. പ്ലസ് cos 5 pi by 8ന് പകരം 5x എന്ന് കൊടുക്കുന്നു. പ്ലസ് cos 7 pi by 8ന് പകരം cos 7x എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ cos c പ്ലസ് cos d യുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ cos c പ്ലസ് cos d യുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഞാൻ ഇവിടെ സൈഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്നു. 2 cos x plus 3x by 2 cos x minus 3x by 2. ഈ ഒരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തു. അടുത്ത ബ്രാക്കറ്റിലും ഇതുപോലെ തന്നെ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. 2 cos 5x plus 7x by 2 cos 5x minus 7x by 2. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. 2 അതേപോലെ തന്നെ എഴുതുന്നു. cos x plus 3 എന്ന് പറഞ്ഞാൽ 4x by 2 ആണ്. cos x minus 3x എന്ന് പറഞ്ഞാൽ cos minus 2x by 2 ആണ്. പ്ലസ് ഈ ബ്രാക്കറ്റിലുള്ളതും അതുപോലെ തന്നെ താഴേക്ക് എഴുതുന്നു. 2 അതുപോലെ തന്നെ എഴുതുന്നു. cos 5x plus 7x എന്ന് പറഞ്ഞാൽ എന്താണ്? 12x ആണ് by 2. cos 5x minus 7x എന്ന് പറഞ്ഞാൽ എന്താണ്? minus 2x ആണ്. ഹോൾ ഡിവൈഡഡ് by 2. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു. 2 cos 4x by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2x ആണ്. cos minus 2x by 2 എന്ന് പറഞ്ഞാൽ 2ഉം 2ഉം ക്യാൻസൽ ആവും. പിന്നെ പോയിട്ട് എന്തേ ഉള്ളൂ? cos minus x പ്ലസ് 2 cos 12x by 2 എന്ന് പറഞ്ഞാൽ ഈ 12ഉം 2യുടെ ക്യാൻസൽ ചെയ്താൽ 6x എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ cos ഈ മൈനസ് 2ഉം ഈ 2യുടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -x എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പില് 2 cos 2x അതുപോലെ തന്നെ താഴോട്ട് എഴുതി. ഇവിടെ cos -xന് പകരം നമുക്ക് എന്ത് എഴുതാം? നമുക്കറിയാം cos മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? cos തീറ്റ തന്നെയാണ്. അതുകൊണ്ട് മൈനസ് മാറി എന്താകും? പ്ലസ് എക്സ് ആകും. അങ്ങനെ cos x എന്ന് കിട്ടി. പ്ലസ് 2 cos 6x ഇൻറ്റു cos -x എന്ന് പറഞ്ഞാൽ എന്താണ്? cos x ആണ്. ഓക്കെ, ഇനി ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ള ടേം ഏതാണെന്ന് നോക്കുക. ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2ഉം cos x ഉണ്ട്. ഇവിടെ ഒരു 2ഉം cos x ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഈ 2 cos x നെ പുറത്തേക്ക് എടുക്കാം. ബ്രാക്കറ്റിൽ എന്ത് വരും? ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് ഉള്ളത് എന്താണ്? cos 2x ആണ്. പ്ലസ് ഇത് രണ്ടും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്? cos 6x ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2 cos x അതുപോലെ തന്നെ എഴുതുന്നു. ഇവിടെയും cos c പ്ലസ് cos d യുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്തുവരും? 2 cos 2x പ്ലസ് 6x by 2 cos 2x minus 6x by 2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2 cos അതുപോലെ തന്നെ താഴേക്ക് എഴുതുന്നു. ബ്രാക്കറ്റിൽ 2 cos
2x പ്ലസ് 6x എന്ന് പറഞ്ഞാൽ എത്രയാണ് 8x ആണ് ബൈ 2 കോസ് 2x മൈനസ് 6x എന്ന് പറഞ്ഞാൽ എത്രയാണ് മൈനസ് 4x ആണ് പിന്നെ ബൈ 2. ഇതെല്ലാം അതേപോലെ തന്നെ എഴുതുന്നു. അടുത്ത സ്റ്റെപ്പിലും 2 cos x നെ താഴേക്ക് എഴുതുന്നു. ബ്രാക്കറ്റില് 2 cos 8x ബൈ 2, 8 ഉം 2 കൂടെ ക്യാൻസൽ ചെയ്താൽ 4x എന്ന് കിട്ടും. അതുപോലെ തന്നെ കോസ് മൈനസ് 4x ബൈ 2, 4 ഉം 2 കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും കോസ് മൈനസ് 2x എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2 cos x അതുപോലെ തന്നെ എഴുതുന്നു ഇൻറ്റു 2 cos 4x അതുപോലെ എഴുതുന്നു ഇൻറ്റു കോസ് മൈനസ് 2x പകരം നമുക്ക് എന്തെഴുതാം കോസ് 2x. കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് കോസ് തീറ്റ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ രണ്ട് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 4 എന്ന് എഴുതുന്നു. ബാക്കിയുള്ളത് അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. കോസ് x ഇൻറ്റു കോസ് 4x ഇൻറ്റു കോസ് 2x. ഇനി അടുത്ത സ്റ്റെപ്പില് നമ്മള് ഈ എക്സിന് പകരം നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് എന്താണ് പൈ ബൈ 8 ആണ് അല്ലെ. അപ്പം എക്സിന് പകരം പൈ ബൈ 8 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4 കോസ് എക്സിന് പകരം പൈ ബൈ 8 ഇൻറ്റു കോസ് 4 ഇൻറ്റു എക്സിന് പകരം പൈ ബൈ 8 ഇൻറ്റു കോസ് 2 ഇൻറ്റു എക്സിന് പകരം പൈ ബൈ 8 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ഈക്വൽ ടു 4 കോസ് പൈ ബൈ 8 ഇൻറ്റു കോസ് ഈ 4ഉം ഈ 8 കൂടെ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്തെന്ന് കിട്ടും 2 എന്ന് കിട്ടും. അങ്ങനെ കോസ് പൈ ബൈ 2 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പില് ഈ 2ഉം ഈ 8 കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് 4 എന്ന് കിട്ടും. അങ്ങനെ പൈ ബൈ കോസ് പൈ ബൈ 4 എന്ന് എഴുതാം ഈക്വൽ ടു 4 കോസ് പൈ ബൈ 8 അതുപോലെ തന്നെ എഴുതുന്നു. കോസ് പൈ ബൈ 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 0 ആണ് ഇൻറ്റു കോസ് പൈ ബൈ 4 അതേപോലെ തന്നെ താഴേക്ക് എഴുതുന്നു. നമുക്കറിയാം 0 വെച്ച് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആ ടൈം കംപ്ലീറ്റ് ആയിട്ട് എന്താവും 0 ആകും. ഇവിടെ ഒരു 0 വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ടൈം കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറും 0 ആകും.